എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, തുണയാകും യേശുവോടു ചേർന്നാൽ മതി, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിമേ. പ്രിയനീ നീ എനിക്കേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിമേ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, തിടുക്കമാണാവളാലും വന്നാൽ മതി, തിടുക്കമാണെന്തനാളും വന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ ഒരുമിച്ച് പറഞ്ഞേ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി.
പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. ഓ, എനിക്കെന്റെ യേശുവേ നികത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, നികത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, നികത്തിലെ മായാസുഖം വിട്ടാൽ മതി, നികത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഓ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, നികത്തിലെ മായാസുഖം വിട്ടാൽ മതി, നികത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രത്യാശയുള്ള ദൈവമക്കൾക്കാരും ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം അർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 74-ാമത് സങ്കീർത്തനം അതിൻ്റെ 3-ാമത് വാക്യം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിത്യശൂന്യങ്ങളിൽ വെക്കുന്ന ദൈവത്തിൻ്റെ കാൽപാദം എന്ന വിഷയം ആസ്പദമാക്കി പുറപാരമായി കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചു വരികയാണ്. അതിലെ ചിന്തകൾ, ദൈവാത്മാവ് നമുക്ക് നൽകിയ ദൂതുകൾ, നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ആത്മീക സന്ദേശങ്ങളായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മെ രൂപപ്പെടുത്തുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന, നിത്യശൂന്യത വരുത്തുവാൻ കാരണമാക്കി തീർത്ത നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ, അതിനെ ഓർക്കുവാനും അതിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാനും, എങ്ങനെയാണ് നിത്യശൂന്യത മാറുന്നതെന്നും അത് എന്താണ് ചെയ്യേണ്ടതെന്നും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നു. ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന് എക്കാലങ്ങളിലും ഒരു സമൂഹമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സാഹചര്യമാകട്ടെ, എക്കാലങ്ങളിലും നിത്യശൂന്യതയിൽ കിടക്കുവാൻ, തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് നിന്നൊരു വ്യതിയാനം വരുത്തണമെന്ന്, ശൂന്യത മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ ശൂന്യതയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ എളുപ്പമാർഗമൊന്നുമില്ല. നാം അതിന്റെ ക്രമീകരണങ്ങൾ പഠിക്കുകയുണ്ടായി. ഞാൻ ഇനിയും ആ ഭാഗം ആവർത്തിക്കുന്നില്ല, നാം തുടർമാനമായി ചിന്തിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഭാഗമുണ്ട്. മാനുഷിക പ്രകൃതി, മനുഷ്യന്റെ സ്വഭാവം നശിച്ചു പോയതിനെ എടുത്തെറിയുക എന്നുള്ളതാണ്. പക്ഷേ ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, വചനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, ദൈവസ്നേഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് പോയത് പോട്ടെ എന്ന് വെക്കുന്നതല്ല. അർത്ഥാൽ ചേർത്ത് നിർത്താൻ, തിരിച്ചു കൊണ്ടുവരാൻ, പണിയാൻ ആഗ്രഹിക്കുന്നതാണ്. വേദപുസ്തകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിന്റെ അർത്ഥതലങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നതും അത് തന്നെയാണ്. നാം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി പഠിക്കുകയുണ്ടായി. പാർപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമി പാഴായി ശൂന്യമായി മാറി. പാഴായി ശൂന്യമായി പോയ ഈ ഭൂമിയെ അങ്ങനെ അങ്ങ് വിടാൻ ദൈവം ആഗ്രഹിച്ചില്ല. വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഭൂമി, ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിക്കപ്പെട്ട ഭൂമി, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പൊരുന്നിരുന്നു, പരിവർത്തിച്ചു. നാം ആ ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു.
ഞാൻ പറഞ്ഞു വന്ന ചിന്തകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന ആശയങ്ങൾ ദൈവാത്മാ നമ്മൾ സംസാരിച്ചത്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പൊരുന്നിരിക്കുന്നിടത്തോളം കാലം ഒരു ഉറപ്പുണ്ട്, ഒരു ഗ്യാരണ്ടി ഉണ്ട്, ഈ ശൂന്യതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും. ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർക്കറിയാം, ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നവർക്കറിയാം, ഒരല്പശൂന്യത, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടായാലും അതിന് വ്യത്യാസം ഉണ്ടാവും. കാരണം ആത്മാവിന്റെ ഇടപെടൽ ആ വിഷയത്തിനകത്തുണ്ട്. ആത്മാവിന്റെ ഇടപെടൽ ഉള്ളിടത്തോളം കാലം, ആത്മസാന്നിധ്യം അനുഭവിക്കുന്നിടത്തോളം കാലം അത് എന്നേക്കും ശൂന്യമായി കിടക്കാൻ ദൈവം അനുവദിക്കില്ല. സമയമായപ്പോൾ, ഞാൻ ആ പദമൊന്നുകൂടെ ആവർത്തിക്കുന്നു, when time comes, എപ്പോൾ ദൈവത്തിന്റെ സമയമായോ അപ്പോൾ ദൈവം ചിലത് കൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. എത്ര കാലഘട്ടങ്ങളിൽ ഈ ഭൂമി ശൂന്യമായി പാഴായി കിടന്നു എന്ന് വ്യക്തമായി അറിയുകയില്ല. ചരിത്രം, വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പോകട്ടെ, പക്ഷെ ഒരു കാര്യമാണ്, ഞാൻ ആ പദം ഒന്നുകൂടി ആവർത്തിക്കുന്നു, the time comes, സമയമായപ്പോൾ. എപ്പോഴാണോ ശൂന്യതയ്ക്ക് പരിഹാരമുണ്ടാകാൻ ദൈവത്തിന്റെ സമയമായത്, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴാണോ നാഴിക വന്നത്, അപ്പോൾ ദൈവം ശൂന്യതയെ നോക്കി കൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ ആ ദൂത് ആരംഭിക്കുന്നു. ശൂന്യമായി കിടക്കുന്ന മേഖലകളിൽ, ശൂന്യമായി കിടക്കുന്ന അവസ്ഥകളിൽ ആത്മസാന്നിധ്യം അനുഭവിക്കപ്പെടുക മാത്രമല്ല, ദൈവപ്രവൃത്തിയുടെ സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം സംസാരിച്ചു തുടങ്ങും, നിനക്ക് വേണ്ടി ദൈവം ഇടപെട്ടു തുടങ്ങും. ഇന്ന് പകൽ പ്രാരംഭമായി തന്നെ ദൈവാത്മാവ്, ഞാൻ പറയാ, ദൈവപ്രവൃത്തിയുടെ സമയം ഇതാണെങ്കിൽ ഇന്ന് പകലാണ് നിന്റെ ശൂന്യതയ്ക്ക് പരിഹാരം വരുത്താൻ ദൈവത്തിന്റെ സമയമെങ്കിൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവം കൽപ്പിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ അതുതൊന്നുകൂടി ആവർത്തിക്കാം. പാഴായിപ്പോയെന്നോ, ശൂന്യമായി പോയെന്നോ, നിഷ്ക്രിയമായി പോയെന്നോ, ഇനി മുൻപോട്ട് സാധ്യതകളില്ലെന്നോ നീ എന്തിനെ നോക്കി പരിതപിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിനെ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നോടുള്ള വാഗ്ദത്തത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഇടപെടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തിയാകട്ടെ, സംഭവങ്ങളാകട്ടെ, സാഹചര്യമാകട്ടെ, ഏത് സംഭവമായിക്കൊള്ളട്ടെ, എന്റെ ദൈവത്തിന്റെ സമയമായാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു വാക്ക് ഇടപെടാൻ പോകുകയാണ്. എന്റെ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ, ഇന്ന് പകൽ ആ ദൂതനെ സ്വീകരിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയട്ടെ. Amen. Amen. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. നാം ചിന്തിച്ചുള്ള വാക്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെന്ന് ചിന്തിക്കുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമുണ്ട്. ഹബക്കൂക്ക് ചോദിക്കുന്നു, എത്രത്തോളം, എത്രത്തോളം? മറുപടി, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ ചിലതിനെ നോക്കി നീ ചോദിക്കുന്നുണ്ടോ, എത്രത്തോളം ഞാൻ അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം ഞാൻ ഇത് സഹിക്കേണ്ടി വരും, എത്രത്തോളം ഞാൻ ഈ ശൂന്യതയെ നിൽക്കേണ്ടി വരും, എത്രത്തോളം ഒരു പരിവർത്തനവും ഇല്ലാതെ ഞാൻ തുടരേണ്ടി വരും. ദൈവം പറയുന്നു, എന്റെ സമയമായി ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആ പദം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ,
ആത്മാവ് ഒരു വിഷയത്തിൽ പോരുന്നിരിക്കുകയാണെങ്കിൽ the right time, കൃത്യസമയത്ത്, ദൈവത്തിന്റെ സമയത്ത് ദൈവം ഇടപെടാൻ തുടങ്ങും. അവക്ക് ചോദിക്കുക, കർത്താവേ എത്രത്തോളം ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരും? നിങ്ങൾക്ക് ആ ഭാഗമെല്ലാം അറിയാം. 1-ാം അധ്യായത്തിൽ പോയി കർത്താവേ, തന്നിലും നീതിമാനായവനെ ദുഷ്ടൻ വിഴുങ്ങുന്നു, നീ ഇത് കാണുന്നില്ലേ? എന്റെ കർത്താവേ, ഞങ്ങൾ പോകുന്ന സാഹചര്യങ്ങൾ നീ കാണുന്നില്ലേ? എത്രത്തോളം ഞാനിത് അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം ഞാൻ ദുഃഖിക്കേണ്ടി വരും? എത്രത്തോളം ഞാനിത് സഹിക്കേണ്ടി വരും? ദൈവം പറയുന്നു, നീ ഒരു കാര്യം ഓർത്തോ, ദർശനത്തിനൊരു അവധിയുണ്ട്. നിനക്ക് കൈമാറിയ ദർശനത്തിന്, നിനക്ക് കൈമാറിയ സ്വപ്നത്തിന്, നിനക്ക് കൈമാറിയ വാഗ്ദത്തങ്ങൾക്ക്, നിനക്ക് കൈമാറിയ ദൈവിക ആലോചനയ്ക്ക് ഒരവധിയുണ്ട്. ഇത് പ്രവൃത്തിയുടെ സമയമാണ്. അതെന്നെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്തുന്നു. ഇത് മകൾ എനിക്കറിയത്തില്ല, ദൈവാത്മാവി പ്രാരംഭ നിമിഷം തന്നെ ചിലതിനോട് പറയുന്നു, ഇത് നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തിയുടെ സമയമാണ്. അവന്റെ വാക്കുകൾ നിനക്ക് വേണ്ടി പുറപ്പെടുന്ന സമയമാണ്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക, സമയം തെറ്റുകയുമില്ല. എപ്പോഴാണോ ദൈവത്തിന്റെ ആപ്റ്റ് ടൈം, ആ സമയത്ത് തെറ്റിപ്പോകാതൊരു കൽപ്പന നിനക്ക് വേണ്ടി ഉണ്ടായിരിക്കും. കുഞ്ഞെ, നീ ചോദിക്കുന്നുണ്ട്, എത്ര നാൾ ഞാനിത് സഹിക്കേണ്ടി വരും? എത്ര നാൾ ഞാൻ പാഴായി പോകേണ്ടി വരും? എത്ര നാൾ ഞാൻ ശൂന്യമായി തുടരേണ്ടി വരും? എത്ര നാൾ ഞാനിത് സഹിക്കേണ്ടി വരും? എത്ര നാൾ ഞാൻ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ തുടരേണ്ടി വരും? ഒറ്റ മറുപടിയെ കർത്താവിന് ഇന്ന് പകൽ നിന്നോട് പറയാനുള്ളൂ. എന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. എന്റെ സമയത്ത് നിന്റെ വിഷയത്തെ നോക്കി എന്റെ വാക്കുകൾ പുറപ്പെടും, എന്റെ കൽപ്പനകൾ പുറപ്പെടും. ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു, പോരുന്നിരുന്നു, അടയിരുന്നു. പക്ഷേ ദ ടൈം കംസ്, ആ സമയം വന്നപ്പോ. 3-ാം വാക്യത്തിലേക്ക് വരുന്നു, 1:3, ഉൽപ്പത്തി 1:3. ആ സമയമായപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമ്മുടെ വിഷയത്തിന് മാത്രം ഞാൻ ഓർപ്പിക്കാം. When time comes, ഞാൻ ആ പദം ഒന്നുകൂടെ ആവർത്തിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ പദം ശക്തമായി പറയുന്നതുകൊണ്ടാണ്. എപ്പോഴാണോ സമയമായത്, ആ സമയമായപ്പോൾ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങൾ നോക്കിയേ, ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ വാക്കിനും അവിടെ പ്രസക്തിയില്ല. ആത്മനിയന്ത്രണത്തിനകത്താണോ നിന്റെ മേഖലയായിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനാ വിഷയമായിരിക്കുന്നത്? ഇന്ന് പകൽ നീ കാത്തിരുന്നു, ദൈവത്തിന് ആത്മാവ് സംസാരിക്കാൻ പോകുക. ദൈവത്തിന്റെ ശബ്ദം ആ വിഷയത്തിൽ കേൾക്കാൻ പോകുക. അവന്റെ കൽപ്പന അതിനകത്തുണ്ടാകാൻ പോകുക. ഒരു മനുഷ്യന്റെ വാക്കുകൾക്കും ചേഞ്ച് വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ വാക്കുകളും ശൂന്യത മാറ്റാൻ പര്യാപ്തമാകാതിരിക്കുമ്പോൾ, ഒരു മാനുഷിക വാക്കുകളും ശൂന്യതയ്ക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ നിന്റെ വിഷയത്തെ നോക്കി ദൈവം കൽപ്പിക്കുന്നു. Praise God. Praise God. Praise God. Praise God. ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിക്കുന്നു. മനുഷ്യന്റെ വാക്കുകൾക്ക് ശൂന്യത മാറ്റാൻ പറ്റില്ല. മനുഷ്യന്റെ വാക്കുകൾക്ക് പാഴായി പോയതിന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. പക്ഷേ ആത്മപരിവർത്തനത്തോടുകൂടെ ദൈവത്തിന്റെ ഒരു ഒറ്റ വാക്ക് കൽപ്പിക്കാൻ തുടങ്ങിയാൽ പാഴായി പോയത്, ചലനമറ്റുപോയത്, ശൂന്യമായി പോയത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ചെയ്താകാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിന്റെ വിഷയത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്ക് പുറപ്പെടുവിക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവ് കൈമാറുന്ന ദൂരിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ കരം ചേർത്തടിച്ച് ആത്മാ സാന്നിധ്യത്തോട് ചേർന്ന് പറ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വാക്ക് പുറപ്പെടുകയാണ്. പാഴായിപ്പോ ഇതിനെ നോക്കി, നിരാശപ്പെട്ടതിനെ നോക്കി, താടിക്ക് കൈയും കൊടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മളിവിടെ കാണുന്നേ.
നമ്മൾ കാണുന്നത് അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല. ദൈവം നോക്കിയിരിക്കുകയായിരുന്നു സമയത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല പദം എന്നോ ഭയങ്കരമായിട്ട് ദൈവം വേദവസ്തുള്ള പദമല്ല, പക്ഷേ ആത്മാവിനെ അങ്ങനെ ബലപ്പെടുത്തുന്നതുകൊണ്ടാണ്. അവൻ ദൈവത്തിന് സമയമായപ്പോ ദൈവത്തിനൊരു കാര്യം അറിയാം. ഒരു ബ്രാക്കറ്റ് പീരീഡ് പാഴായി പോയാലും, ഒരു ബ്രാക്കറ്റ് പീരീഡ് ശൂന്യമായി പോയാലും എന്നേക്കും അത് പാഴായി പോകില്ല, എന്നേക്കും അത് ശൂന്യമായി പോകില്ല. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിന്റെ കൈമോശം വന്നിട്ടില്ല, അത് ശൂന്യമായി പോയിട്ടില്ല. നിന്റെ ഭാവി എന്നേക്കും മിറലടഞ്ഞിട്ടില്ല, നിന്റെ ജീവിതം എന്നേക്കും മിറലടഞ്ഞിട്ടില്ല. The time comes. സമയമാകുമ്പോ ആർക്കറിയാം, ഈ 2024 ജനുവരി 21 എന്റെ ശൂന്യത മാറുന്ന ദൈവത്തിന്റെ സമയമെന്ന് ആർക്കറിയാം? എന്റെ ശൂന്യത മാറ്റാൻ എനിക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുന്ന ദിവസം എന്നാണെന്ന് ആർക്കറിയാം? ഞാനത് വിശ്വസിക്കുന്നു. എന്റെ മേൽ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്ന നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടികൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടികൾക്ക് വേണ്ടി നിന്റെ വിഷയത്തെ നോക്കി ഇന്ന് മകൻ ദൈവം പറയുന്നു, എന്റെ ശബ്ദം നിന്റെ വിഷയത്തിൽ പുറപ്പെടാൻ പോകുകയാണ്. ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിക്കപ്പെട്ട് ഇനി ഒന്നും വെളിപ്പെടത്തില്ലെന്നും, ഇതിനകത്ത് ഇനിയൊന്നും ദൃശ്യമാകത്തില്ലെന്നും, ഇതിനകത്തുള്ളതൊന്നും പുറത്തു വരത്തില്ലെന്നും പറഞ്ഞ് ഇരുള് വ്യാപരിച്ചു നിന്നപ്പോ the time comes, ആ സമയമായപ്പോ ദൈവത്തിന്റെ ആധരത്തിൽ നിന്ന് അധികാരത്തിന്റെ ശബ്ദം പുറപ്പെട്ടു, അധികാരത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. ഇരുളിന് മാറാൻ. അപ്പൊ അത് നിങ്ങൾക്കൊന്നുകൂടെ വായിക്കോ. ഇരുള് മാറട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് വെളിച്ചം, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുക. സ്തോത്രം. ഇരുള് മാറട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്. പിന്നെ വെളിച്ചം ഉണ്ടാകട്ടെ. അർത്ഥം ഇരുള് മാറ്റുകയല്ല ദൈവം ചെയ്യുന്നത്, ഇരുളിനകത്തൊരു വെളിച്ചം ഉണ്ടാക്കി. എത്ര പേർക്ക് ഞാൻ പറയാം ആശയം മനസ്സിലാകുന്നുണ്ട്? ഇരുള് മാറ്റുകയല്ല, ഇരുള് മാറ്റുകയല്ല, ഇരുളിനെ ഓവർകം ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇരുളിനെ മാറ്റിയെടുക്കാൻ ദൈവം ഒരു വെളിച്ചമുണ്ടാക്കി. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയാം, ശൂന്യത മാറാൻ ഇന്ന് വരെ ഇല്ലാത്ത ഒന്നിനെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചാക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആത്മാവ് ഞാൻ പറയുന്നു, ചില വെളിച്ചം ചില വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഇരുള് മൂടിയ ചില മേഖലകളിൽ വെളിച്ചമുണ്ടാകും. വെളിച്ചം ഉണ്ടായാൽ ഇരുൾ മാറിക്കോളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇരുള് പോകട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്, ഇരുളിന്മേൽ അധികാരത്തിന്റെ ഒരു ശബ്ദം പുറപ്പെട്ടപ്പോ വെളിച്ചമായി മാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാൻ, ചില ഇരുട്ടിന്റെ അന്ധകാരങ്ങളുടെ വെളിപ്പെടുത്തത്തില്ലെന്ന് വാദിക്കുന്ന ചിലതിനെ ഓവർകം ചെയ്യുന്ന ഒരു പുതിയ ആത്മമേഖല, ഒരു വെളിച്ചത്തിന്റെ ശക്തി നിന്നെ വെളിപ്പെട്ടാൽ നിന്നെ ഗ്രസിച്ചിരിക്കുന്ന, നിന്നെ പാഴാക്കി കളഞ്ഞ ചില ഇരുട്ടിന്റെ മേഖലകളുടെ മേൽ നീ ജയം പ്രാപിക്കും. വേഗം ഒന്ന് പറഞ്ഞു വരാം. The time comes, സമയമായപ്പോ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഞാനതാ പറഞ്ഞത്, പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ നാളുകളായി, സ്തോത്രം, എൻ്റെ അധികാരത്തിനകത്താണ്, എൻ്റെ ഇരുട്ടിനകത്താണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരുന്ന അന്ധകാരത്തെ കർത്താവ് വെളിച്ചം വെളിപ്പെടുത്തിയപ്പോ, വെളിച്ചം ഉണ്ടാക്കിയപ്പോൾ ഇരുള് മാറിപ്പോകുകയായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽ വേണ്ടത് ഇരുള് മാറുന്നതിനേക്കാൾ നല്ലത് വെളിച്ചം ഉണ്ടാകുന്നതാണ്. ഇരുട്ടിനെ ശാസിക്കുന്നതിനേക്കാൾ നല്ലത് വെളിച്ചം ഉണ്ടായാൽ. നമ്മൾ ഇരുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇരുട്ടിനെ നോക്കണ്ട, എന്തുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഇരുട്ടിനെ നോക്കി പേടിച്ചിരിക്കണ്ട, ഇപ്പുറത്ത് എന്തുണ്ടായാൽ മതി, ഒരു വെളിച്ചം ഉണ്ടായാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് വേണ്ടി നീ ഒരു വെളിച്ചം ഉണ്ടാക്കണമേ.
മനസ്സിലാകാൻ ഞാൻ ചിന്തിക്കുന്നു. മുമ്പോട്ട് വരാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അടുത്തത്, വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. നോക്കിക്കേ, സെപ്പറേഷൻ. അപ്പൊ ശൂന്യത മാറാൻ ആദ്യം ചെയ്തത് എന്താ? ഒരു സെപ്പറേഷനാണ്, വേർതിരിവാണ്. കേട്ടോ, നാളുകളായി ശൂന്യതമായി കടന്നത് ചലിക്കാൻ തുടങ്ങുമ്പോൾ ശൂന്യത മാറണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് വെളിച്ചം ഉണ്ടാകണം, പിന്നെ സെപ്പറേഷൻ ഉണ്ടാകും. ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചു. വെളിച്ചം ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചം ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഇനി അടുത്തലേക്ക് വരുമ്പോൾ ഞാൻ പിന്നത്തിലേക്ക് വരാമെങ്കിലും 6-ാം വാക്യം, ദൈവം വെള്ളം കണ്ട മീതെ മധ്യേ വിധാനമുണ്ടാകട്ടെ, വെള്ളത്തിനും തമ്മിൽ. കണ്ടോ, അവിടെ എന്തുണ്ട്? കേട്ടോ, ആമേൻ, അവിടെ എന്തുണ്ട്? കേട്ടോ, അപ്പോ ഈ ശൂന്യതയുടെ കാരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചിലതൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ചിലത് ഒന്നിച്ചിരിക്കുക. ഏതാ? ചിലത് വിട്ടുപിരിയാൻ കഴിയാതിരിക്കുക. വേർപിരിവുണ്ടാകണം. എൻ്റെ ദൈവം ചെയ്തത് ചിലത് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു, വെള്ളവും തമ്മിൽ വേർതിരിച്ചു. പോകട്ടെ, അത് ആശം കാണിക്കട്ടെ, മടങ്ങി വരാം. അപ്പോ ശൂന്യമായി പോയ ചില മേഖലകളിൽ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ അപ്പം തോന്നുന്നത് പറയാം. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടപ്പോൾ വെളിച്ചമുണ്ടായി. ഇരുള് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇനി ജീവിതകാലം മുഴുവൻ ഞാനായിരിക്കും ഈ ഭൂമിയുടെ മുകളിൽ, ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ആ കുടുംബം ഇരുളടഞ്ഞു പോയി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ ആ വ്യക്തി, അവന്റെ ഭാവി ഇരുളടഞ്ഞു പോയി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു എല്ലാം ഇരുളടഞ്ഞു പോയി. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, സകലതും ഇരുളടഞ്ഞു പോയെന്ന് ചിന്തിച്ച മേഖലകളിൽ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു വന്നു. ആത്മാവിന്റെ പരിവർത്തനവും ദൈവത്തിന്റെ ശബ്ദവും വെളിച്ചമുണ്ടായി. ഞാൻ എല്ലാ ബുദ്ധൊന്നും പറയാതെ പറഞ്ഞു വരാം. വെളിച്ചമുണ്ടായി. വെളിച്ചത്തെയും ഇരുളും തമ്മിൽ വേർതിരിച്ചു, പകലായി. അടുത്തത് 2-ാം ദിവസം, വെള്ളകട മധ്യേ വിധാനം ഉണ്ടാകട്ടെ, വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ആദ്യം പകലും രാത്രി 1-ാം ദിവസം. 2-ാം ദിവസം ആകാശം, വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. 9-ാം വാക്യത്തിലേക്ക് വരുന്നു. ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം. നോക്കിയേ, ഭൂമി മുഴുവനും എന്ത് ചെയ്തിരിക്കുക? വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുക. ഈ ഭൂമി മുഴുവനും വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുമ്പോ ദൈവം കൽപ്പിച്ച അടുത്ത കാര്യം, വെള്ളമെല്ലാം ഒരു ഭാഗത്തേക്ക് കൂടട്ടെ. നിങ്ങൾ നോക്കിക്കേ, ഒന്ന് ആഴത്തിന്റെ മീതെ ഇരുള് പറഞ്ഞു ഞാൻ മാറത്തില്ല, ജീവകാലം മൊത്തം എൻ്റെ എൻ്റെ അധീനതയിലായിരിക്കും. പക്ഷെ ഒറ്റ ശബ്ദത്തിന് മുമ്പിൽ ഇരുള് പോയി, വേർതിരിച്ചു. 2, വെള്ളം പറഞ്ഞു ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് ഞാനാ. മേലാൽ എന്ത് ചെയ്യത്തില്ല? ഒരു ഉണങ്ങിയ നിലം കാണത്തില്ല. ഇനി ഒരു ഉണങ്ങിയ നിലം വെളിപ്പെടില്ല. പക്ഷെ ദൈവത്തിന്റെ വാക്ക് പുറപ്പെട്ടു, വെള്ളം ഒരു ഭാഗത്തേക്ക് കൂടട്ടെ. ഇന്നിപ്പം ഞാൻ ഈ ദൂത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നാളുകളായി കാണത്തില്ലെന്ന് എന്തിനെ നോക്കി ലോകവും പിശാചും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പറഞ്ഞു. ഈ 21-ാം തീയതി പകൽ സ്വർഗം പറയുന്നു, എന്റെ വാക്കിന്റെ വെളിപ്പെടുത്തലുകൾ നിന്റെ ജീവിതത്തിലുണ്ടായാൽ, എന്റെ കൽപ്പനയുടെ ശബ്ദം നിന്റെ വിഷയത്തിലുണ്ടായാൽ, ഒന്നിച്ചു നിൽക്കുന്ന ചിലതിനെ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റും.
ഉണങ്ങിയ നിലം വെളിപ്പെട്ടു. നിങ്ങൾ നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്നതാണ് ഈ ഭൂമി. പക്ഷേ ഇപ്പോ വെള്ളത്താൽ മൂടപ്പെട്ടു, പാഴായി ശൂന്യമായി. ഇത് പാഴായി ശൂന്യമായി പോയത് ഈ വെള്ളം കിടക്കുകയാണ്. ഇനി ഒരു നിലം വെളിപ്പെടത്തില്ലെന്ന്, ഒരൊറ്റ ശക്തിക്കും ഈ വെള്ളത്തെ മാറ്റാൻ പറ്റത്തില്ലെന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒറ്റ ശബ്ദമേ ഉണ്ടായുള്ളൂ. വെള്ളം ഒരു ഭാഗത്ത്. ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാക്കണേ. നിന്റെ വിഷയത്തെ നോക്കി ഒറ്റ വാക്ക് ദൈവം കൽപ്പിച്ചാൽ, നാളുകൾ പഴകിയതാണെങ്കിലും സാധ്യതകളൊന്നുമില്ലെങ്കിലും ഒറ്റ വാക്കിന് മുമ്പിൽ അത് മാറും. ഒരു ഭാഗത്തെ കൂടി ആ ഭാഗം ഒന്ന് പറഞ്ഞു വരാം. ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമതം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. 11 വാക്യത്തിലേക്ക് ഒന്ന് വരും. ഞാൻ ഒന്ന് പറഞ്ഞു വിട്ട ഭാഗമാണ്, അതിലേക്ക് ഒന്നുകൂടെ വരും. 11 വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഞാൻ ഈ പദം ഒരിക്കൽ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചു വിട്ടു. ദൈവം പറഞ്ഞത് ഉണ്ടാകട്ടെ എന്നല്ല, ദൈവം പറഞ്ഞത് മുളച്ചു വരട്ടെ. ആ ഭാഗം ധ്യാനിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ഓർപ്പിച്ച ഭാഗവുമാണ്. എന്റെ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. മുളച്ചു വരിക എന്ന് പറഞ്ഞാൽ വിത്ത് അവിടെ ഉണ്ടായിരുന്നു. നാളുകളായി, വർഷങ്ങളായി ഭൂമിക്ക് മുകളിൽ വെള്ളം കിടക്കുകയാണെങ്കിലും പാഴായി പോയെന്നും ഇനി ഒരിക്കലും മുളച്ചു വരുത്തില്ലെന്നും ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ലെന്നും മുള പൊട്ടി പുറപ്പെടത്തില്ലെന്നും എന്തിനെ നോക്കി വിധി പറഞ്ഞു? അവിടെ ദൈവം പറയുന്നു മുളച്ചു വരട്ടെ. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ച ഭാഗം ഞാൻ പറയാം. വർഷങ്ങളായി വെള്ളം മൂടി കിടക്കുകയാണെങ്കിലും ഭൂമിക്കടിയിലെ വിത്ത് നശിപ്പിക്കാൻ ഈ വെള്ളത്തിന് കഴിഞ്ഞിട്ടില്ല. എത്ര പറ്റിയാണ് ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? വെള്ളത്തിന്റെ ശക്തമേറിയ പ്രവാഹത്തിന്റെ അതിന്റെ എല്ലാ ഫോഴ്സും അതിനകത്തുണ്ടെങ്കിലും വിത്ത് നശിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങൾ നോക്കിക്കേ, ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇത് ദൈവം പറയുന്നു മുളച്ച് വരട്ടെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോരെ, പക്ഷെ പറയുന്നു മുളച്ച് വരണം. ഞാൻ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. മുളയ്ക്കണമെങ്കിൽ എന്ത് വേണം? അകത്ത് വിത്ത് വേണം. നമുക്കറിയാം, ഒരു വിത്ത് നമ്മൾ ഇട്ടാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു മുള പുറപ്പെട്ടു വരും. ചിലപ്പോൾ നമ്മൾ എവിടെ ഇട്ടെന്ന് പോലും ബോധ്യമില്ലായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മുള വരുമ്പോൾ അറിയാം ഇവിടെ ആയിരുന്നു ഇട്ടെന്ന്. എന്നതുപോലെ മുളച്ചു വരിക എന്ന് പറഞ്ഞാൽ വിത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിരിക്കുമ്പോൾ ദൈവാത്മാവ് ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞ പദമുണ്ട്. എത്ര നാളുകൾ പഴകിയാലും, എത്ര വെള്ളം അതിന്റെ മീതെ ഇരുന്നാലും ഒരിക്കൽ ദൈവം ഇട്ട വിത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ഈ ദൂത് ഒരിക്കൽ കൂടെ ഞാൻ ആത്മീയ നിലവാരത്തിൽ പറയാം. അകത്തളത്തിൽ വചനത്തിന്റെ ഒരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ഒരു വിത്ത് അകത്ത് വീണിട്ടുണ്ടെങ്കിൽ, എത്ര കാലഘട്ടം വെള്ളത്തിന്റെ അടിയിൽ ആ വിത്ത് കിടന്നാലും ഈ ലോകത്തിലെ സകല പൈശാചിക മേഖലകളും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്: ഈ ദൈവത്തിന് സമയമാകുമ്പോൾ അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ അകത്ത് കിടക്കുന്ന വിത്തിന് മുള പുറപ്പെട്ടിരിക്കും. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വചനത്തിന്റെ ശക്തിയാൽ, അവന്റെ ശബ്ദത്താൽ ചിലത് പൊട്ടി മുളച്ചു വരും. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. 29-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആ വാക്യത്തിന് പോകുന്നത് ഞാൻ പറഞ്ഞു വരാം. അവന്റെ ശബ്ദം
മഹിമയോടെ മുഴങ്ങുന്നു. അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അവന്റെ ശബ്ദം വനങ്ങളെ തോലിരിപ്പിക്കുന്നു. അവന്റെ ശബ്ദം ചിലതിനെ മുളപ്പിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. ദൈവ ശബ്ദം നിന്റെ ജീവിതത്തെ നോക്കി ശബ്ദമായി പുറപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, കൽപ്പനയായി പുറപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പ, ആ ശബ്ദത്തിനകത്ത് മുളയ്ക്കാത്തതൊന്നുമില്ല. ആ ഭാഗം ഒന്നുകൂടെ ഞാൻ ചുരുക്കാൻ ഭാഗം നിർത്താം, സമയം കുറഞ്ഞു പോകുന്നുണ്ട്. ശ്രദ്ധിച്ചേ, വിത്ത് ഭൂമിക്കടിയിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഭൂമി കുറെ ദിവസങ്ങൾ വെള്ളം കയറി കിടന്നാൽ ആ വിത്ത് എന്ത് ചെയ്യും? നശിച്ചു പോവും. ആ വിത്ത് കേടായി പോവും. നിങ്ങൾ നോക്കിയേ, നാളുകൾ, ഞാൻ പറയുന്നത് എത്ര വർഷമെന്ന് അറിയില്ല, ഒത്തിരി ചിന്തകൾ എന്നതൊക്കെ, നാളുകളായി ഈ ഭൂമിയുടെ മുകളിൽ വെള്ളം കിടന്നിട്ടും ദൈവാത്മാവിൽ ഞാൻ സന്തോഷിച്ച കാര്യമുണ്ട്. ഈ വിത്ത് എന്ത് ചെയ്തിട്ടില്ല? ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, എന്തെല്ലാം പിശാച് അടവിറക്കിയാലും, എൻ്റെ അകത്ത് ദൈവം നൽകിയ ചില വിത്തുകളുണ്ട്, എന്നോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്. അത് പാഴായി പോകാൻ ദൈവം അനുവദിക്കില്ല. അത് ശൂന്യമായി പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി പറഞ്ഞു നിർത്താം. നിത്യശൂന്യത. ഭൂമിക്ക് മുകളിൽ ഒന്നും വെളിപ്പെടുന്നില്ല. നിങ്ങൾ നോക്കിയേ, ഈ വെള്ളം ഒരു ഭാഗത്തേക്ക് നോക്കി മാറിയപ്പോ, സത്യത്തിൽ ഭൂമിയെ നോക്കിയാൽ ഒരു മരുഭൂമി പോലല്ലേ? ഒന്നുമില്ല, ഒരു പച്ചപ്പും ഇല്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ചിന്തയിലങ്ങ് പറയാം കേട്ടോ. ഈ വെള്ളമെല്ലാം മാറി ഉണങ്ങിയ ഭൂമി കണ്ടപ്പോൾ വ്യവസ്ഥയില്ല. ഞാൻ പറയാം, പിശാച് പറഞ്ഞു കാണും, വലിയ കാര്യമായിപ്പോയി. നീ ഇപ്പോൾ ഉണങ്ങിയ നിലം കണ്ടു, പക്ഷെ വല്ലതും ഉണ്ടോ? എല്ലാം എന്തായിപ്പോയി? ശൂന്യമായിപ്പോയി. ഭൂമി ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ ഭൂമിക്കകത്ത് ഒന്നുമില്ല. ഞാനതിങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞ് മുളച്ച് വരട്ടെന്ന്. എടാ പിശാച്, നീ വിചാരിക്കുന്നേ ഈ പ്രതലത്തിനകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനടിയിലെ വിത്ത് ഇല്ലാതായെന്നാണോ? ഇല്ല പിശാചെ, തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. നീ എത്ര പദ്ധതി ഉണ്ടാക്കിയാലും അകത്തുള്ള വിത്ത് പുറമെ നശിച്ചു പോയിട്ടില്ല. നീ നോക്കിക്കോ, ചില മുളച്ചു വരാൻ പോകുകയാ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഞാനതൊന്നുകൂടെ മനസ്സിലാക്കി തരാം. ഈ വെള്ളമെല്ലാം ഒരു ഭാഗത്തേക്ക് മാറി, ഉണങ്ങിയ നിലം, അങ്ങനെ വായിക്കുന്നു, ഉണങ്ങിയ നിലം വെളിപ്പെട്ട് വന്നു. അപ്പോൾ ഭൂമി, ദൈവം അതിന് ഭൂമി എന്ന് പേരിട്ടു. പിശാച് മാറി എന്ന് പറഞ്ഞു. പണ്ട് നീ ഇതുപോലെ എന്ത് ചെയ്താ? ഉണ്ടാക്കി, പക്ഷെ ശൂന്യമായി. ഇപ്പം നീ നോക്കിയേ, ഈ ഭൂമിയിൽ എന്തില്ല? ഒന്നും ഇല്ല. ഇനിയും വല്ലതും നീ ഉണ്ടാക്കിയാലേ ഉള്ളൂ. നീ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കണം. പിശാചിനോട് നോക്കി ദൈവം പറയണം, പിശാചേ, ഞാൻ ഉണ്ടാക്കിയല്ല, ചിലത് അകത്ത് കിടപ്പുണ്ട്. ഇന്നലകൾ ഇട്ടത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നശിപ്പിച്ചിട്ടില്ല. നീ എത്ര വെള്ളം ഇതിന്റെ മീതെ ചേർത്ത് വെച്ചാലും, എത്ര ഇരുട്ട് ഇതിന്റെ മീതെ വ്യാപരിപ്പിച്ചാലും, ഞാൻ അകത്തിട്ട ചില വിത്തുണ്ട്, അത് കേടായി പോയിട്ടില്ല. ഞാൻ ചിന്തിക്കുക, അതുകൊണ്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയാ, അത് മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ അതിന് ആത്മദൂത് പറയാ. ഇന്ന് ഞാൻ ആത്മാൽ പറയാ, നിന്റെ കണ്ണിന് മുമ്പിൽ ചിലത് ശൂന്യമായി പോയാലും, ചിലത് ശൂന്യമാണെന്ന് ലോകം വിധി പറഞ്ഞാലും, സ്വർഗം പറയുന്നു ചിലത് മുളച്ചു വരാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ പിന്നെ മുളച്ചു വരട്ടെ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഇന്ന് പകൽ ഇനി ഒന്നും ദൈവം നോക്കേണ്ടി പറഞ്ഞോ, ഉണ്ടാക്കി തരേണ്ട ആവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. അതിനെ പിശാച് എന്ത് ചെയ്തു? ശൂന്യമാക്കി. അതിൻ്റെ മീതെ നാളുകളായി ഇരുട്ട് വ്യാപരിക്കുക.
ഇന്ന് പകൽ സ്വർഗം പറയുക, ഇനി അതങ്ങനെ ഉണങ്ങിക്കിടക്കാനുള്ളതല്ല, ഇനി അതങ്ങനെ പാഴായി കിടക്കാനുള്ളതല്ല, ഇനി അതിങ്ങനെ കിടക്കാനുള്ളതല്ല. അതിന്മേൽ എന്റെ സാന്നിധ്യം ഇറങ്ങുകയാ, എന്റെ കൽപ്പന പുറപ്പെടുകയാ. ശൂന്യതയിലേക്ക് എന്റെ ശബ്ദം പുറപ്പെടുന്നു. ചിലത് പൊട്ടി മുളയ്ക്കട്ടെ. ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്തൊരു കാര്യമുണ്ട്. നാളുകൾ എത്ര പഴകിയാലും അകത്തുള്ള വിത്ത് എന്ത് ചെയ്തിട്ടില്ല. ധൈര്യത്തോടെ പറയോ? എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഇല്ലാതായിട്ടില്ല. പറ, എന്നോട് പറഞ്ഞ ദൂത് ഇല്ലാതായിട്ടില്ല. എന്നോട് പറഞ്ഞ ആലോചന ഇല്ലാതായിട്ടില്ല. എന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ ഇല്ലാതായിട്ടില്ല. When time comes, ഞാൻ ആ പദം അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴാണോ സമയമാകുന്നത്, ആ സമയമാകുമ്പോൾ എന്റെ ദൈവത്തിന്റെ ശബ്ദം അതിനകത്ത് പുറപ്പെടും. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ശൂന്യമായി പോയി എന്ന് പറഞ്ഞ മേഖല നിങ്ങൾക്ക് ഈ 1-ാം അധ്യായം ഒത്തിരി വിശദമാക്കാതെ ഞാൻ പറഞ്ഞു നിർത്താം. ശൂന്യമായി പോയി, ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിടത്ത് വെളിച്ചമുണ്ടായി. ആമേൻ. വെള്ളത്തെ മാറ്റി ഭൂമി ഉണ്ടായി. ഭൂമിയിൽ വിത്തുള്ള സസ്യങ്ങളും എല്ലാം ഉണ്ടായി. പർവ്വജാതികളുണ്ടായി. സമുദ്രത്തിൽ മൃഗങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ആ ഭാഗം 1-ാം അധ്യായം നീ വിശദമാക്കാതെ നിർത്താൻ വേണ്ടിയാ, ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയാ. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച കാര്യം അറിയോ? സ്തോത്രം. നമ്മുടെ വാക്യവുമായി ബന്ധപ്പെട്ട നിത്യശൂന്യതയിലേക്ക് അവന്റെ കാലടി വെച്ചു. നിങ്ങൾ നോക്കിക്കേ, ബാക്കിയെല്ലാം പറയുകയായിരുന്നു. ഉണ്ടാകട്ടെ, മുളച്ചു വരട്ടെ, ചലിക്കട്ടെ, വേർപിരിയട്ടെ. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം, പാർപ്പിന് നിർമ്മിച്ച ഭൂമിയെ ശൂന്യമായത് കണ്ട് കൈയടിച്ച് പിശാച് മറിയുന്നപ്പോ എന്റെ ദൈവം ഇറങ്ങി വന്നു. എന്റെ കർത്താവ് ബാക്കിയെല്ലാം വാക്കുകൊണ്ടുളവാക്കിയെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം, നാം നമ്മുടെ സാദൃശ്യപ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നിലത്തിലേക്ക് അവന്റെ കാല് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കുന്നു. നിലത്തെ പൊടി കൊണ്ട് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ആ നിലത്തിൽ കർത്താവിന്റെ കാല് വെച്ചു. ശൂന്യമായി പോയെന്ന് പറഞ്ഞ ഇടത്ത് എന്ത് ചെയ്തു? ദൈവത്തിന്റെ കാലടി വെച്ചു. കണ്ടോ? സ്തോത്രം. എന്റെ കർത്താവിന്റെ കാലടി എവിടെ ഇറങ്ങി? ശൂന്യമായി പോയി ഇടത്തിറങ്ങി. ഇനി ഈ ഭൂമി പാർപ്പിന് പറ്റത്തില്ലെന്നും ഈ ഭൂമി ഞാൻ ആരെയും പാർപ്പിക്കത്തില്ലെന്നും അത് പാഴായി പോയെന്നും ശൂന്യമായെന്നും പറഞ്ഞ് അപ്പുറത്തെ മാറി വിജയശ്രീലാടുരായെന്ന് പറഞ്ഞ് പിശാച് കൈയടിക്കുമ്പോൾ എന്റെ കർത്താവ് അതിനകത്തിറങ്ങി. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. ഞാൻ വിശദമാക്കാതെ ആ ദൂത് പെട്ടെന്ന് പറഞ്ഞു നിർത്താനാ കേട്ടോ. നിങ്ങൾ നോക്കിയേ, കർത്താവിന്റെ കാൽ എന്ത് ചെയ്തു? ആ നിത്യശൂന്യതയിൽ ഞാനതിനെ അങ്ങ് പറയാം. സ്തോത്രം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ഒരു മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അവന്റെ കാലടി എവിടെ ഇറങ്ങി? ശൂന്യതയിൽ, ശൂന്യമായി പോയ ഭൂമിയിൽ. നിങ്ങൾ മനസ്സിലാക്കിക്കുക, ബുദ്ധിയോടൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ കർത്താവിന്റെ കാലടി എവിടെ ഉണ്ട്? ശൂന്യമായി പോയ ഭൂമിയിലുണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇന്ന് പകൽ സ്വർഗം പറയുക, ശൂന്യമായി പോയെന്ന് പറഞ്ഞ ഇടത്ത് എന്റെ കർത്താവിന്റെ കാലടി വെക്കാൻ പോകുക. ഇതറിയാവുന്ന സങ്കീർത്തനക്കാരനാ പറഞ്ഞത്. ശത്രു എല്ലാം നശിപ്പിച്ചു. ശരിയാ, ശത്രു വിശുദ്ധ മന്ദിരത്തിലെല്ലാം നശിപ്പിച്ചു. അവന്റെ അടയാളമായി കോടിയെടുത്തു വെച്ചു. ഒറ്റ പ്രവാചകനും ഇവിടെ ശേഷിക്കുന്നില്ല. ഇത് എത്രത്തോളം എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. സകലതും നശിച്ചു, സകലതും ഇല്ലാതായി. പക്ഷെ എനിക്കൊരു കാര്യം അറിയാ, ശൂന്യമായി പോയ ഭൂമിയിൽ നിന്റെ കാൽപാദം ചവിട്ടിയപ്പോൾ ശൂന്യത മാറിയെങ്കിൽ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ എല്ലാം ശൂന്യമായി പോയ ഞങ്ങളുടെ ദേശത്തേക്ക്, ഞങ്ങളുടെ ആലയത്തിലേക്ക് ദൈവമേ നിന്റെ കാലടി വെച്ചോ. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ ദൂത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം വിശദമാക്കാതെ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഒത്തിരി ശൂന്യതകൾ മാറി.
ഞാൻ പറഞ്ഞു അബേ സ്തോത്രം, വിത്തുള്ള സസ്യങ്ങൾ, സസബേ സ്തോത്രം, ചെടികളൊക്കെ മുളച്ചു വന്നു. അബേൻ കാവേ പർവ്വജാതികൾ പറക്കാൻ തുടങ്ങി. കാട്ടിൽ മൃഗങ്ങളുണ്ടായി, എല്ലാം ഉണ്ടായി. സമുദ്രത്തിൽ മത്സ്യമുണ്ടായി, എല്ലാം ഉണ്ടായി. വാക്കിനാൽ ഇതെല്ലാം ഉണ്ടായി, വാക്കിനിതെല്ലാം ഉണ്ടായി. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത്, കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവം ഇങ്ങനെ പറഞ്ഞത്, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്താണോ ശൂന്യമായത് അതിനെ ഉണ്ടാക്കുക. ഒന്നുകൂടെ പറയാം, ഭൂമിയെ ദൈവം നിർമ്മിച്ചത് പാർപ്പിന് വേണ്ടിയാണ്. ഇരമ്യാപ്രവൃത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാ, പാർപ്പിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. പാർപ്പിന് വേണ്ടി നിർമ്മിച്ചിടത്ത് ആടും കോഴിയും പശുവും മാത്രം പോരാ, ആര് വേണം? പാർക്കാൻ ആള് വേണം, പാർക്കാൻ ആള് വേണം. ദൈവം പറഞ്ഞു, പാർപ്പിന് ഞാൻ ഉണ്ടാക്കിയിടത്ത് ഞാൻ ചിലതിനെ പാർപ്പിക്കും. ഞാൻ ഈ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ ദൂതന്റെ ആശയം തിരിച്ചറിയണം. എന്തിനു വേണ്ടി ദൈവം നിർമ്മിച്ചോ അത് സംഭവിച്ചിരിക്കും. ഒന്ന് പറയാമോ? എൻ്റെ ദൈവം എന്തിനു വേണ്ടിയാണോ എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചത് അത് എന്നിൽ സംഭവിച്ചിരിക്കും. ഒരു ബ്രാക്കറ്റ് പീരീഡ് എന്നെ തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഇട്ടാൽ പിശാചിന്റെ പദ്ധതിക്ക് എന്നെ വിട്ടുകൊടുക്കാതെ എന്നിൽ നിവർത്തീകരിക്കപ്പെടേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ എന്നിൽ സംഭവിച്ചിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു നീ ശൂന്യമായെന്ന്? ആര് പറഞ്ഞു നീ പാഴായെന്ന്? ആര് പറഞ്ഞു ദൈവം നിന്നെ കൈവിട്ടെന്ന്? നെവർ എവർ. എന്റെ കർത്താവ് ഇന്ന് പകൽ പറയുന്നു, എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ആ ശൂന്യതയിലേക്ക് ദൈവത്തിന്റെ കാലടി വെച്ചാൽ, എന്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഈ ഭൂമി നിന്നെ സൃഷ്ടിച്ചോ അത് നിന്നിൽ സംഭവിച്ചിരിക്കും. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം, ബാക്കി ദൈവം പിന്നീട് ഓർപ്പിക്കാം. നിങ്ങൾ നോക്കിയേ, ഞാനതിനെ അക്ഷരീകമായി മനസ്സിലാക്കി പറയാമേ. ഈ കർത്താവിന്റെ കാലടി എവിടെ വന്നു? ഭൂമിയിൽ. നിങ്ങൾ നോക്കിക്കേ, ശൂന്യമായി പോയെന്നും ഇനി വെളിച്ചം കാണത്തില്ലെന്നും വെള്ളം മൂടപ്പെട്ടും ഇരുൾ മൂടിയും കിടന്ന ഈ ഭൂമിയിലേക്ക് ആരുടെ കാല് വന്നു? ദൈവത്തിന്റെ കാല്. കണ്ടോ? വാക്കുകൾ പറഞ്ഞതിനേക്കാൾ, കൽപ്പിച്ചതിനേക്കാൾ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തിയ വിഷയം അതാണ്. ശൂന്യതയിൽ ആരുടെ കാല് വെച്ചു? ആമേൻ. ഇന്ന് പകൽ കൽപ്പിക്കുന്നതിനേക്കാൾ, കൽപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ എൻ്റെ വിഷയത്തിൽ ദൈവത്തിന്റെ കാലടി വെക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഇതൊന്നും മനസ്സാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ ഈ ഭാഗം ഈ വിഷയമായി ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഭാഗം അതാണ്. കൽപ്പനയുടെ ശബ്ദത്തേക്കാൾ ശൂന്യതയിൽ ഇറങ്ങി വന്ന കർത്താവിന്റെ കാലടി. ആമേൻ. നിങ്ങൾ നോക്കിയേ, മനസ്സാകാൻ വേണ്ടിയൊക്കെ പറയാം കേട്ടോ. താഴെ ഇറങ്ങി വന്ന് ഈ നിലത്ത് കാല് വെച്ച് പൊടി കൊണ്ട് മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ ഈ വാക്യം കറക്റ്റ് അവിടെ സംഭവിക്കുക. ശൂന്യതയിൽ കർത്താവിൻ്റെ കാലടി വെച്ചു. പിശാച് എന്താ പറഞ്ഞേ? ഇനി ഒരാളുടെ കാല് പോലും ഈ നിലത്ത് വെപ്പിക്കില്ല. ഇതിൻ്റെ മുകളിൽ വെള്ളം വെച്ചു. ഭൂമിക്ക് മുകളിൽ എന്തായിരുന്നു? വെള്ളമായിരുന്നു. ഈ നിലത്തിന് കാല് വെപ്പിക്കത്തില്ലെന്നാണ് പിശാച് വിധി പറഞ്ഞേ. പ്രൈസ് ഗാഡ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ആ വെള്ളത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് എന്താണോ ശൂന്യമായത് അത് ഉണങ്ങിയതാക്കി മാറ്റി അവിടേക്ക് കർത്താവിന്റെ കാലടി വെച്ചു. നിങ്ങൾ നോക്കിക്കേ, ശൂന്യതയിൽ കർത്താവിന്റെ കാലടി വെക്കുമോ? പിശാച് കൈകൊട്ടി പറഞ്ഞു, ഇനി അവിടെ ഒരു ചലനമുണ്ടാകില്ല, ഇനി ഒരു പാർപ്പുണ്ടാകില്ല. ഞാൻ ഇന്ന് ഈ പകൽ ഈ ദൂതൊന്നുകൂടെ ശാന്തമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്റെ ഭാവിയെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി പിശാചും ലോകവും പറയുന്നു, ഇനി ഒരു ഭാവി ഉണ്ടാകില്ല, ഇരുളടഞ്ഞു പോയി, ഇവിടം കൊണ്ട് ഒതുങ്ങത്തേ ഉള്ളൂ, ഇവിടം കൊണ്ട് അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പിശാച് വിധി പറയുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ദൂതാത്മാവിൽ കൈമാറുക, പ്രാർത്ഥിച്ചോ. നിത്യശൂന്യതയിൽ ദൈവത്തിന്റെ കാലടി വെക്കാൻ പോകുക. ഇല്ല, നീ ഇവിടെ ഒതുങ്ങില്ല, ഇവിടെ നീ അവസാനിക്കില്ല, നീ പാഴായി തീരത്തില്ല, നീ ശൂന്യമായി പോകില്ല.
നിന്റെ ലൈഫ് പാഴായി പോയെന്ന് ആരാ പറഞ്ഞേ? എൻ്റെ കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ചേഞ്ച് വരുത്താൻ പോകുക. കണ്ണടച്ചു, ഞാൻ ഈ ദൂത് ഇങ്ങനെ അവസാനിപ്പിക്കുക, സമയം കടന്നു പോയത് കൊണ്ട്. ഒരു നിമിഷം ശാന്തമായി ഈ ദൂതിനെ സ്വീകരിക്കാൻ മനസ്സിലായവർ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ കർത്താവ് ചില പുതിയ പൊട്ടിക്കിളിർപ്പുകൾ ഉണ്ടാക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കൂ. ഇന്ന് വരെ ഇല്ലാത്ത ചിലതിനെ പൊട്ടിക്കിളിർപ്പിക്കും. നീ ചിന്തിക്കുന്നുണ്ടോ കുറെ നാള് വെള്ളം കെട്ടിക്കിടന്നത് കൊണ്ട് വാഗ്ദത്തം ഇല്ലാതായി എന്ന്? നീ ചിന്തിക്കുന്നുണ്ടോ ആലോചന ഇല്ലാതായി എന്ന്? നീ ചിന്തിക്കുന്നുണ്ടോ ദൈവം നിന്നോട് പറഞ്ഞ ദൂതുകൾ അവസാനിച്ചെന്ന്? ഞാൻ ഈ ശാന്തമായി ഒടുക്കം കൂടെ പറയാ. നീ പലപ്പോഴും പറയുന്നു, എന്തിയേ വാഗ്ദത്തം, എന്തിയേ ദൂത്? എന്നോട് പറഞ്ഞ ആലോചന എന്തിയേ? ആ വിത്ത് അവിടെ ഉണ്ട് എന്നത് ശരിയാ, പക്ഷെ സാഹചര്യം മുഴുവൻ എനിക്കെതിരാണ്. എല്ലാ കണ്ണും അടയുമ്പോൾ ഞാൻ ഈ ദൂത് ഒരിക്കൽ കൂടെ പറയുക. ചിലതിനോട് ഞാൻ ആത്മാവിൽ തൊട്ടിടപെടുക. പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ചിലരോട് പറയുന്നു, സാഹചര്യം മുഴുവൻ നിനക്കെതിരാ. വാഗ്ദത്തമുണ്ടെങ്കിലും ദൂത് കിടപ്പുണ്ടെങ്കിലും സാഹചര്യം മുഴുവൻ നിനക്കെതിരാ. നീ ചിന്തിക്കുന്നു ജീവിതത്തിൽ ഇനി ഞാൻ വെളിച്ചം കാണില്ല. നീ ചിന്തിക്കുന്നു ഒരിക്കലും ഇനി വാഗ്ദത്തം നടക്കില്ല. ഇനി എന്ത് സംഭവിക്കാനാ, ഇനി എന്ത് നടക്കാനാ? പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങും. എനിക്കറിയാം ഇന്ന് പകൽ ആ വാക്കമാണ് ആദ്യമായി തന്നെ ആത്മാവ് പറയുന്നത്, എന്റെ സമയമായിട്ടുണ്ട്. ചിലത് നോക്കി ആത്മാവ് പറയുന്നു, കുഞ്ഞെ നിന്നോടുള്ള എന്റെ പ്രവൃത്തിയുടെ സമയമായിട്ടുണ്ട്. നിന്നോട് പറഞ്ഞില്ല വാഗ്ദത്തത്തിന്റെ സമയമായിട്ടുണ്ട്. ചില പൊട്ടിക്കിളിർപ്പുകൾ ചിലർക്ക് വേണ്ടി ഉണ്ടാകാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൂത് വിശ്വസിക്കുന്ന ആത്മാവിൽ സ്വീകരിക്കാൻ മനസ്സുള്ളവർ കരമടിച്ച് ആ ദൂതിനെ ആത്മാവിൽ സ്വീകരിച്ചോ. ഇത് മകൻ ദൈവാത്മാവ് പറയുന്നു, ചില പൊട്ടിക്കിളിർപ്പുകൾ. Oh Jesus, Jesus, Jesus. ഇല്ലാതായി പോയിട്ടില്ലെന്ന് ആത്മാവ് പറയുന്നു. വാഗ്ദത്തം ഇല്ലാതായിട്ടില്ല, ദൂതില്ലാതായിട്ടില്ല. വെള്ളം മൂടപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് നീ പറയുന്നു, ഓ ഇനി എങ്ങനെ നടക്കാനാ, ഇനി എങ്ങനെ സംഭവിക്കാനാ? ഇനി നടക്കത്തില്ല, ഇനി സംഭവിക്കത്തില്ല. പക്ഷെ കർത്താവ് ചിലതോട് പറയുന്നു, എൻ്റെ വാഗ്ദത്തം ഇല്ലാതായിട്ടില്ല, എൻ്റെ വിത്ത്, ഞാനിട്ട വിത്ത് നഷ്ടമായിട്ടില്ല. When time comes, സമയമാകുമ്പോൾ. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നീ ധൈര്യത്തോടെ പറ. വാഗ്ദത്തം നഷ്ടപ്പെട്ടിട്ടില്ല, ദൂത് നഷ്ടപ്പെട്ടിട്ടില്ല, വിത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. നിത്യശൂന്യതയിൽ അവന്റെ കാല് വെക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ മറ്റൊരാളുടെ കാൽവെപ്പും നിന്റെ ശൂന്യതയ്ക്ക് മാറ്റം വരുത്താൻ പര്യാപ്തമല്ലെന്ന് എൻ്റെ കർത്താവിന് ശരിയായി അറിയാവുന്നത് കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കാലടി നിന്റെ വിഷയത്തിൽ വെക്കാൻ പോകുകയാണ്. എനിക്കറിയാം, ഞാൻ ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനോടുള്ള ദൈവദൂതിൻ്റെ ആവർത്തനമായി ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സമയമായെന്ന് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവം പറയുന്നു. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൻ്റെ മറുപടിയുടെ സമയമാണ്. ആ ശൂന്യതയിലേക്ക് ദൈവത്തിൻ്റെ കാൽപാദം ദൈവം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കൽപ്പനയുടെ ശബ്ദം ചില വിഷയത്തിനകത്ത് ഇടപെടാൻ തുടങ്ങി. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഈ ദൂത് ആത്മാവിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അത് ആലയത്തിനകത്ത് മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് എന്റെ സമയമാണ്, എന്റെ കാലടി വെക്കേണ്ട സമയമാണ്. പരിശുദ്ധ പിതാവേ, നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കുന്നല്ലോ. പാഴായിപ്പോയ, ശൂന്യമായി പോയ മേഖലയിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നതുപോലെ, ദൈവത്തിൻ്റെ കാലടി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൻ്റെ സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളുകളായി സാഹചര്യം മുഴുവൻ എതിരായി, വാഗ്ദത്തം നടക്കാൻ ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ ശൂന്യമായി പോയല്ലോ ദൈവമേ, വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോയോ ദൈവമേ, എന്നോടുള്ള വാഗ്ദത്തം ഇല്ലാതായോ ദൈവമേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന് സമയമായെന്ന് ഇന്ന് പകൽ ചിലരോടുള്ള ദൈവിക ദൂതായി ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിച്ചതിനാണ് സ്തോത്രം.
ശൂന്യമായി പോയിടത്ത് അങ്ങനെ കാൽപാദം വെച്ചപ്പോൾ പാർപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമിയിൽ ചലനങ്ങൾ ഉണ്ടായതുപോലെ, പാർപ്പുണ്ടായതുപോലെ തോട്ടമുണ്ടാക്കി അതിനകത്ത് മനുഷ്യനെ പാർപ്പിക്കുമ്പോൾ പിശാചിന്റെ പദ്ധതി പൊളിഞ്ഞതുപോലെ, എന്തിനു വേണ്ടി ദൈവം ഉദ്ദേശിച്ചോ അത് സംഭവിച്ചതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഇന്ന് പകൽ അത് സംഭവിക്കും. സാഹചര്യങ്ങൾക്കപ്പുറം ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. അങ്ങനെ കാലടി ആ വിഷയത്തിൽ വെച്ചതിനാൽ അങ്ങക്ക് നന്ദി. ഇന്ന് പകലും ബന്ധപ്പെട്ട ദൂതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരവശം ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ.